അപൂർവങ്ങളിൽ അപൂർവമായ നർമ്മകേരളി വേദിയിൽ വീണ്ടും ഒരു നാടകം ചെയ്യാൻ അവസരം തന്ന നിങ്ങളേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് നർമ്മകേരളി വേദിയിൽ തുടർച്ചയായ 25ാം നാടകം മടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാനും. ശ്രീമതിമാർ രംഗത്ത് ശ്രീമതിമാർ ഗ്രേസി ശ്രീകാന്ത്, ശ്രീകല സുരേഷ്, സർവശ്രീ വൈക്കം രാമു, ശ്രീകാന്ത് നായർ, ആറ്റുകാൽ സുരേഷ്, മുട്ടത്തറ വിദ്യാധരൻ, ഡോക്ടർ സജീഷ്, സന്തോഷ് ജി നായർ, ദിലീപ് കുമാർ ദേവ്, രഘു ആർ, ശ്യാംകുമാർ, വേണുകുമാർ എസ്, അരുൺ എസ്, അജയ് മാത്യു, അനിഷ മാത്യു, ഡോക്ടർ രാജേഷ് വി. ചമയം വസ്ത്രം ശശി പൂജപ്പുര, ശ്രീജിത്ത് നായർ. ശബ്ദവും വെളിച്ചവും അജന്ത വീരമണി സുന്ദരൻ. സാങ്കേതിക സഹായം അഭിലാഷ്. രചന സംവിധാനം ഡോക്ടർ തോമസ് മാത്യു. മടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാനും. നാടകം ആരംഭിക്കുന്നു. ഈ സ്റ്റേജിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി സദയം ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. മടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല. Passion to mission, you crush competition. Win or lose, it's what you choose. അച്ചോ, പ്ലീസ് കം. ഇവിടെ ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഈ വീട്ടുകാരെ ഇവിടെ ഇരുത്താതെ ആ ഉള്ളി അങ്ങ് കൊണ്ടുപോയട്ടെ, കരയ്ക്കോട്ട് കൊണ്ടുപോയട്ടെ. അവരെ വീട്ടിലേക്ക് പറഞ്ഞു സാരമില്ല, ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാം ശരിയാക്കാം. യെസ് പ്ലീസ്. ഏതാ അവർക്ക് അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കണം പ്ലീസ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. എത്രയുണ്ട്? 12 നോട്ടിക്കൽ മൈൽ. 12 ഉറപ്പിച്ചു. 12. ഓക്കെ. എടുത്തോളൂ, നേരത്തോട് നേരമായി എല്ലാം എടുത്തോളൂ. പൊയ്ക്കോളൂ പ്ലീസ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യൂ. അച്ചോ, 12.4 നോട്ടിക്കൽ മൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 12 മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിർത്തിയാണ്. അപ്പോൾ 1/4 മൈൽ പുറത്തായതുകൊണ്ട് നമ്മുടെ ഭാഗം വീക്കാണ്. അതെ, അഡ്മിറൽ മെഷർമെൻ്റ് എല്ലാം യു ആർ ഹാപ്പി. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ പ്ലീസ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പ്ലീസ് പ്രൊസീഡ്. അച്ചോ പ്ലീസ്. ഇത് ഓൺ ചെയ്തോളൂ. ഇതെല്ലാം ഓൺ ചെയ്തോളൂ. എല്ലാം സുതാര്യമായിരിക്കണം പ്ലീസ്. ഈ ലൈറ്റാണ് ഓൺ ചെയ്യേണ്ടത്. ഇത് മനുഷ്യനാണോ മറ്റു വല്ല ജന്മമാണോ? എന്താ ആക്രോശം! ഇതൊക്കെ അടുത്ത് ഇങ്ങനെ ആയിട്ട് ഇതവസ്ഥ ഓക്കെ ആണോ? ഇത് പൊട്ടിച്ച് വെളി വരുമോ? നിങ്ങളുടെ ഒരു തടിമെടുക്കലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, റിലാക്സ്. സ്റ്റാൻഡറ്റീസ്. ചോ, എനിക്ക് ആ വീട്ടുകാരെ കണ്ട് അനുശോചനം അറിയിക്കണം. അച്ഛൻ വിളിച്ചാട്ടെ. അതെ പ്ലീസ്. സഹോദര, പെട്ടെന്നായിക്കോട്ടെ, എല്ലാം സുതാര്യമാവണം. വയറൊക്കെ വലിച്ചു വീഴുകയാണ്. പ്ലീസ്. ഒന്നുമില്ല, ഇനി എന്താവാൻ? എല്ലാം ആയില്ലേ? അത് ഇത് ആരാ? വരൂ. തുറയിലാശാൻ വരൂ. അതെ, ഇപ്പൊ മുതുകും കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത് കൊടുത്തോളൂ തുറയിലാശാൻ. നമുക്കെല്ലാം പരിഹരിക്കാം. എനിക്ക് കുടുംബത്തോട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഈ സമയത്തല്ല നമ്മൾ മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ടത്. ഈ കടൽക്കാറ്റ് കൊള്ളാൻ വെളിയിലിരുന്നാലും മതിയല്ലോ. ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയിക്കോളൂ, അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും. അച്ചോ, സഹോദരിമാരെ, പോയവർ പോയി. സഹോദരന്മാരും കൂടെ പുറത്തു നിന്നോളൂ. സഹോദരിമാരെ, അച്ഛൻ പറയുന്നത് കേൾക്കേണ്ട സമയമാണിത്. അച്ചോ, നമുക്കിനി ഒന്നും ആലോചിക്കാനില്ല. അച്ഛൻ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. മരണത്തെ ജയിച്ചവനായ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതി.
കടലിൽ മീൻ പിടിക്കുവാൻ പോയവരെ തന്റെ അരുമ ശിഷ്യരാക്കിയ കർത്താവേ, അപ്രകാരം തന്നെ കടലിൽ മീൻ പിടിക്കുവാൻ പോയ ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ അതിവേഗം പേർ ചൊല്ലി വിളിച്ച് ബഹുദൂരം ഞങ്ങളിൽ നിന്നും അകറ്റി അവിടുത്തെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായി ഇരിപ്പിടം കൊടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ആ ഗതികളിൽ നിരായുധരുമായ ഇവരുടെ ഭർത്താക്കന്മാരെ നിഷ്കരണം വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ സഹോദരങ്ങളോട് മാപ്പ് നൽകുവാനുള്ള വലിയ മനസ്സ് ഈ സഹോദരിമാർക്ക് കൊടുക്കയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഭർത്താക്കന്മാരുടെ ജീവന്റെ വിലയായ വലിയ സ്തോത്രക്കാഴ്ച ഏറ്റുവാങ്ങിക്കൊണ്ട് പാപികളായ ഇറ്റാലിയൻ സഹോദരങ്ങളോട് പൂർണ്ണമായും ക്ഷമിച്ചതിന്റെ പ്രതീകമായി മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നൽകുവാൻ ഈ സഹോദരിമാരുടെ കരങ്ങളെ അങ്ങ് ഒരുക്കിയിടണമേ കരങ്ങളെ ശക്തീകരിക്കണമേ ദൈവമേ. ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ മക്കളെ ഉണങ്ങിയ നിലത്തിലൂടെ വടി നടത്തിയ കർത്താവേ, പാപികളും കൊലപാതകങ്ങളുമായ ഇറ്റാലിയൻ സഹോദരങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തങ്ങളുടെ സ്വഭവനത്തിൽ എത്തിച്ചേരുന്നതിനുള്ള വഴിയൊരുക്കി കൊടുക്കണമേ കർത്താവേ. ആമേൻ ആമേൻ. ഒക്കെ നടക്കുന്നതാണ് പറഞ്ഞത്. അത് ഇതെല്ലാം നിങ്ങൾ ദൈവ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അച്ഛൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ വിളിക്കാം. മിസ്റ്റർ മരച്ചീനി, പ്ലീസ് കം. സമാധാനത്തോടെ. ഇയാള് മിസ്റ്റർ മരച്ചീനി ഇറ്റാലിയൻ സഹോദരന്മാരുടെ സ്ഥാനപതിയാണ്. ആ പേപ്പറുകൾ എടുത്തോളൂ. പ്രാർത്ഥനയോടുകൂടി ഇവര് ഒപ്പിടണം. അച്ഛൻ ഒപ്പിച്ചോളൂ. മതി മതി. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഭാഗം വളരെ വീക്കാണ്. 18 നോട്ടിക്കൽ മൈലാണ്. അതുകൊണ്ട് അദ്ദേഹം തരുന്നത് സന്തോഷത്തോടെ വാങ്ങിക്കാൻ കൊണ്ടുവരും. ഇത് ഒരു പാരിതോഷികമായിട്ട് കണ്ടാൽ മതി. ജീവന്റെ വില എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെ വരരുത്. അതാണ് ദൈവം തന്നതിനെ വേണ്ടാന്ന് പറയാൻ മനുഷ്യന് അവകാശമില്ല, സ്വീകരിക്കണമെന്നാണ്. അച്ഛൻ എന്താ ബൈബിൾ വാക്യങ്ങൾ മറന്നു പോകുന്നത്? കുട്ടിനിടയിൽ പേര് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ ആ ഇതിൽ നിർത്തണം. അപ്പോൾ വരൂ അച്ഛോ, ഇനി സമയം പാഴാക്കാതെ അവർ വെളിയിലുണ്ട്. മറ്റൊരു വഴിയായിട്ട് ഇവർ വീടുകളിലേക്ക് പോകട്ടെ. ഇവരിപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. എല്ലാം ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. പ്ലീസ്. തൽക്കാലം ഒരു ശമനം ഉണ്ടായെന്ന് തോന്നുന്നു. യെസ്. എന്താ മിസ്റ്റർ മരച്ചീനി? എന്താ സഹോദര? ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഇടൂ. മരച്ചീനിയുടെ സീനിലെല്ലാം ലൈറ്റ് വേണം. ജനം അറിയട്ടെ ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്. ഓ ഓ ഓ അച്ചു, അതായത് പിന്നെ ക്രിസ്മസ് വരികയാണ്. ഒരു 4 ദിവസത്തേക്ക് ഇവരെ ക്രിസ്മസ് ആഘോഷിക്കാൻ വിടണം എന്നാണ്. തീർച്ചയായും അത് അത്യാവശ്യമാണ്. ദൈവം മനുഷ്യപുത്രനായ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ്. അതെല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. അപ്പൊ വിടാമല്ലേ? തീർച്ചയായും അത് ആവശ്യമുള്ളതാണ്. പ്ലീസ് ഈ ഓർഡർ എത്രയും വേഗം നടപ്പാക്കും. അവർക്ക് ക്രിസ്മസിന് വീട്ടിൽ പോയിട്ട് വരേണ്ടതുണ്ട്. മനസ്സിലായി? ഇന്ന് വരെ ക്രിസ്മസ് സമയത്ത് അവർ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ അത് അവർക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ല. ദേവി ഇത് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. പ്ലീസ് പ്ലീസ്. മരച്ചീനി, ആർ യു ഹാപ്പി? ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് മുകളിൽ ഒരാളുള്ളതുകൊണ്ടാണ്. ഓർമ്മ വേണം. പ്ലീസ് വിളിച്ചോളൂ. Jingle, jingle bells
Uncle Santa Claus, come, in our hearts and homes, jingle, jingle bells. Uncle Santa Claus, come, in our hearts and homes. Hey, jingle, jingle bells, Uncle Santa Claus, come, in our hearts and homes, jingle, jingle bells. വെരി വെരി ഹാപ്പി ക്രിസ്മസ് ടു യു. സി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവരുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതാണ്. വെറും 5 ദിവസത്തെ ലീവിനാണ്. അവർ തിരിച്ചു വരും. കൊലപാതകങ്ങളും മനുഷ്യരാണ്. ദൈവം പറയുന്നത്, അച്ഛാ ആ വാക്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തപ്പിയെടുക്കുക. ബൈബിൾ കൊണ്ട് നടക്കാതെ അതിന് അനുയോജ്യമായ വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് അച്ഛൻ പറയുന്നത്, പൊറുക്കണമെന്നാണ്. പൊറുക്കണം. അച്ഛാ ഒന്നുകൂടെ പ്രാർത്ഥിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അവർ പോയിട്ട് വരട്ടെ. അവർ 5 ദിവസം പോയിട്ട് വരും, തീർച്ചയായിട്ടും വരും. എന്റെ ചേച്ചി, ഇത് എന്താന്ന് രോഗം എനിക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ക്രിസ്മസ് തന്നെ കെടുത്തിയിട്ട് അവന്മാരിതാ ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നു. ഇത് എന്താ ന്യായം? അല്ല അമ്മാവ, നിങ്ങളുടെ ക്രിസ്മസോ പോയി, വെല്ലോന്റെ ക്രിസ്മസ് കൂടെ നശിപ്പിക്കണം. അവര് തുറയിലാശാനെ അവര് വരും. ആ നിങ്ങൾ സമാധാനമായിട്ട് പോകും. സഹോദരന്മാർ ഇങ്ങനെ കരയുന്നത് തന്നെ ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ? താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ? അതെ, 5 ദിവസം ലീവിന് പോയൊരു 3-ാം ദിവസം തിരിച്ചു വന്നു. എന്നിട്ട് നിങ്ങൾ എന്റെയും അച്ഛന്റെയും ഒരു ഉദ്ദേശശുദ്ധിയെ സംശയിച്ചു കളഞ്ഞല്ലോ. ആ എനിക്ക് നല്ല പിണക്കമുണ്ട് തുറയിലാച്ചൻ. അതാ ഞാൻ പറഞ്ഞില്ലേ, അതാണ്. വരൂ. താങ്ക് യു. നിങ്ങൾ എന്റെ മാനം കാത്തു. താങ്ക് യു. എന്താ മരച്ചിനി? ഇത് ന്യായമായ അവകാശമാണല്ലോ. അതായത് അവർക്ക് അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒന്ന് പോയി വോട്ട് ചെയ്ത ഇദ്ദേഹം പറഞ്ഞ പോലെ പോയി വന്നു. അപ്പൊ നമുക്ക് വിട്ടുകൂടെ? വന്നു അപ്പൊ അത് നമുക്ക് വിട്ടല്ലേ പറ്റൂ. പക്ഷെ എന്താ ഒരു ഗ്യാരണ്ടി? ഞാൻ ഗ്യാരണ്ടി. ഈ നിൽക്കുന്നത് മരച്ചീനി ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് മരച്ചീനിയുടെ ഗ്യാരണ്ടിയിൽ അവരെ വിടാം. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ മരച്ചീനി, വോട്ട് ചെയ്യാൻ എന്തിനാണ് ഈ 4 ആഴ്ച? ഇതിപ്പോ ആരോ പറയുന്ന കേട്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന്. അല്ല, വോട്ട് ചെയ്യാൻ 1 ദിവസം മതി. പക്ഷെ അവിടെ വെരിഫിക്കേഷൻ ഉണ്ട്. ക്ഷീണം തീർക്കാൻ. ആയിക്കോട്ടെ. പല രീതികളെ കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 1 ദിവസമേ ഉള്ളൂ വോട്ട്. ഇറ്റലിയിൽ 4 ആഴ്ച. അഡ്വാൻസ്ഡ് കൺട്രീസ്, വി ആർ കൺട്രീസ്. അപ്പൊ വിട്ടോളൂ അഡ്മിറൽ, വിട്ടോളൂ പ്ലീസ്. ഇതാ പേപ്പറുകളെല്ലാം കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. ഇങ്ങനെ വാ തുറക്കരുത് കേട്ടോ. എന്താ? താങ്ക് യു. ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അവരെ വിട്ടത്. അവർ പോയിട്ട് വരും. വരട്ടെ. നമുക്ക് എനിക്ക് ഇവരോട് തൽക്കാലമായിട്ട് ഒന്നും പറയാനില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇവരിനി ഇവരുടെ വീടുകളിൽ പോയി അവനവൻ്റെ ജോലി ചെയ്ത് മര്യാദയ്ക്ക് അടങ്ങിക്കൊഴുകി കഴിയുന്നതാണ് നല്ലത്. അത്രയേ ഉള്ളൂ. അത് മതി. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പണികൾ നോക്കാൻ പോട്ടെ. യെസ്, എന്താ മരിച്ചിനി? I have some bad news. അപ്പൊ ഇതുവരെ കൊണ്ടുവന്നതെല്ലാം ഗുഡ് ന്യൂസ് ആയിരുന്നോ? എന്താ ബാഡ് ന്യൂസ്? വായിച്ചോളൂ. ഇറ്റലിയിലേക്ക് പോയവർ ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. ഇറ്റലിയിലേക്ക് പോയവർ ഇനി തിരിച്ചു വരുന്നില്ല. മരച്ചീനിയല്ലേ പറഞ്ഞതായ ഞാൻ ഗ്യാരണ്ടി എന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട? മരച്ചീനിയെ പിടിച്ചിവിടെ നിർത്തുകയെന്ന് ഓർത്തുള്ളൂ.
എന്നെയും മരച്ചിനെയും ഡൽഹിയിൽ പോകാൻ അനുവദിക്കണം. ഇതെല്ലാം മേളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അവർ പറയും പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഡൽഹി പോയിരുന്നു. ഇല്ല, അന്ന് അവരെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. കാണുമെന്നാ പ്രതീക്ഷ. കാരണം ഇത് അവരുടെ കൂടെ കാര്യമാണ്. അപ്പം അതുകൊണ്ട് സമ്മതിച്ചേക്ക്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനും മരച്ചീനിയും കൂടെ ഡൽഹി വരെ പോയച്ചു വരാം. വേണമെന്നില്ല, ആ സമയം കൊണ്ട് 10 മരച്ചീനി വെച്ചാൽ അതെങ്കിലും കിട്ടും. വന്നാട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാർ പ്ലീസ്, സാർ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. സാർ, ഐ ഹാവ് എ പ്രോബ്ലം. ദോസ് ഇറ്റാലിയൻ പീപ്പിൾ, ദേ ഹാവ് ഗോൺ. ദേ സേ ദേ ആർ നോട്ട് കമ്മിങ് ബാക്ക്. മടങ്ങി വരാൻ മനസ്സില്ല പോലും. സാർ പ്ലീസ്. മാഡം ടോൾഡ് മീ. മാഡം ടോൾഡ് ഹിം. അല്ലാതെ ഒന്നും അറിയുന്നില്ലല്ലോ. സാർ പ്ലീസ്, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കിനി തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ തുറയിലുള്ളവരുടെ ഇതിനടിച്ചുകൊണ്ട് ചത്തുപോകും. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഐ ആം ഇൻ ട്രബിൾ. ഐ ആം ഓൾസോ ഇൻ ട്രബിൾ. ഹെലികോപ്റ്റർ. ത്യാഗി, ത്യാഗി സാർ. അയ്യോ, VIP ഹെലികോപ്റ്ററിന്റെ കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഈ ത്യാഗികൾ, ഇതുപോലെ ത്യാഗികൾ എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചു പോകാനും നിവർത്തിയില്ല. ഇറ്റലിയിൽ തന്നെ പോയാലോ? പോയിടാ തെണ്ടികളെ. ഒരു പാറട്ട കിളവിയെ കൊച്ചിനെ കാണിച്ചല്ലേ ഭീഷണിപ്പെടുത്താൻ തരികയാണ് നിന്നെയൊക്കെ. അയ്യോ, ഈ ശബ്ദം, ഈ മനുഷ്യനെ എന്താ ഞാൻ മറന്നുപോയത്? കഴിഞ്ഞ 22 മാസം എനിക്ക് താങ്ങും തള്ളുമായിരുന്നു. വരുന്നവനോടും പോനവനോടും ഒക്കെ വായ നിറയെ തെറി വിളിച്ച ഇയാളെ കൊണ്ട് തന്നെ ഞാൻ ഇറ്റലിക്ക് പോകും. ഇയാൾ മാത്രമാണ് ഇനി എൻ്റെ ശക്തി. പ്ലീസ് വരൂ, പ്ലീസ്, പ്ലീസ്. കണ്ടല്ലേ, ഒരു തന്തേ ഒരു മോനും എന്റെ ഉറക്കം കെടുത്തി അടങ്ങും. അവന്മാരെ തീർക്കാതെ എനിക്ക് മനസ്സിലാകും. പിന്നെ പ്ലീസ് എൻ്റെ പൊന്ന് ചീപ്പേ, നമുക്ക് ഇറ്റലി വരെ പോകണം. 2 പേര് നമ്മളെ വെട്ടിച്ച് കടന്ന് നമുക്കിനി തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ റെഡിയാണല്ലോ? പോവാൻ റെഡിയാണല്ലോ? റെഡിയൊക്കെയാണ്. അല്ല, നല്ല തൽക്കാലം ഈസ്റ്റർ വരെ ഞാൻ തെരുവിളിയെല്ലാം നിർത്തിയതാണ്. ആണോ? അല്ല, ചിലപ്പോൾ അവിടെ അത് വീണ്ടും ചെയ്യേണ്ടി വരും. ആ പ്ലീസ്, 22-ാം തീയതിക്കകത്ത് അവരിവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇനി ഒന്നും ആലോചിക്കണ്ട പ്ലീസ്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. സാറ് പറയുകയാണെങ്കിൽ അങ്ങനെ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കാല് വാരരുത്. പക്ഷേ ഇവിടത്തില്ല. യവന്മാരെ എവിടെ പോയി കണ്ടുപിടിക്കുമ്പോ പ്ലീസ്. Hello. How do you do? Who are you? Please. You know me, no?
We don't know you. Who are you? No, India. India. What India? Which India? Kerala. Kerala. What Kerala? Fisherman. Oh, fisherman. Shooting. No. Shooting. Two people killed. Film shooting. Shooting. Killed. What shooting? Christmas celebration. Christmas. Yeah, Christmas. Jingle bell. Yeah. Election voting. Yeah, voting. Yes, we are having voting. What? നിന്റെ 90 വയസ്സായ തള്ള മോനെ നിന്റെ നിന്റെ തന്ത ഞാനാ. ഫേമസ് ആണ് കേട്ടോ. ഇത് കൊള്ളാമല്ല ചീത്ത വിളി. യവന്മാര് ഒതുങ്ങിയെന്നാ തോന്നുന്നേ. ഈ ടി വി ഉള്ളിടത്തല്ല നമ്മൾ ഫേമസ്. എനിക്ക് കുറച്ച് ഇറ്റാലിയൻ അറിയാം. ഞാനൊന്ന് ചീത്ത വിളിക്കട്ടെ. കേരളത്തിലാണ് മുഴുവൻ പേര് എന്നെയാ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്. യവന്മാരോട് രണ്ട് ഇന്നോമിനെ പോടാ പുല്ലേ. കൊള്ളാം. ഇതിന്റെ ഒരു സുഖം കൊള്ളാം കേട്ടോ. താങ്ക് യു. പെട്ടെന്ന് ഇവന്മാരെ സ്വഭാവം മാറുന്നതിന് മുമ്പ് പേരെയല്ല വിളിക്കേണ്ടത്. കാരണം നിങ്ങളെ വിളിച്ചു പോകും. പ്ലീസ്. താങ്ക് യു. ആ മല പോലെ വന്നത് എലി പോലെ പോയല്ലോ. പ്ലീസ് 22-ാം തീയതി ആയി. പ്ലീസ്. പ്ലീസ്. നമ്മുടെ രാജ്യത്തിന്റെ വിജയമാണിത്. പ്ലീസ്. താങ്ക് യു. എല്ലാവരും കൂടെ ഞങ്ങളുടെ മാനം രക്ഷിച്ചു. നിങ്ങൾക്കെല്ലാം തൃപ്തിയായില്ലേ? താങ്ക് യു. യെസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, വീണ്ടും പേപ്പർ. എന്താ ഇത്? നാളെ ഓശാന ഞായറാഴ്ച, കുരുത്തോല പെരുന്നാൾ, പെസഹ വ്യാഴാഴ്ച, മോണ്ടി തേഴ്സ്ഡേ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്ററിന് വീണ്ടും വീട്ടിൽ പോകണമെന്ന്. ശരിയാ. ഇനി അടുത്ത ആഴ്ച മുഴുവൻ സർക്കാർ ഓഫീസിൽ പോലും ആരും കാണൂല. വിടാല്ലേ? പോവും വരും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കും. ഒരു കുഴപ്പമില്ല. അവരെ ഇപ്പോൾ അകത്തോട്ട് കയറ്റണ്ട. ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരും. ഈസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഹോളിഡേ ഉണ്ടോ എന്ന് ഇപ്പോഴേ നോക്കിക്കോളൂ. ശരി. താങ്ക് യു. അടുത്ത തവണ ഞങ്ങൾ വരുമ്പം ഇദ്ദേഹത്തിന്റെ ആ സ്പെഷ്യാലിറ്റി ഒന്നും ഇറക്കാൻ അനുവദിക്കരുത്. താങ്ക് യു. അയ്യോ സാർ പോരുത്. അതാരാ? ഞങ്ങളുടെ ഇതാരെന്നറിയാമോ? ഞങ്ങളുടെ ഹിന്ദി സിനിമയുടെ വലിയ സ്റ്റാർ സഞ്ജയ് ദത്ത്. 1.5 വർഷം ജയിലിൽ കിടന്നു. ഇപ്പോഴ് ഇതാ വീണ്ടും 3 വർഷം. എത്ര ശക്തവും സുദൃഢവുമാണ് ഞങ്ങളുടെ നിയമങ്ങളെന്നറിയാമോ? ഒരു രക്ഷയുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. പ്ലീസ്. അരേ വാ സഞ്ജയ് ബി. ജനിക്കണമെങ്കിലേ ഇറ്റലി പോയി ജനിക്കണം. ഇന്ത്യയിലും സിനിമാ നടനായിട്ടും കാര്യമൊന്നുമില്ല. ഒന്നും ചെയ്യണ്ട. ഇനി ജയിലിനകത്ത് കിടന്ന് ഗോതമ്പുണ്ട തിന്നോണ്ടാ മതി. നന്ദി, നമസ്കാരം.